ഗുരുദേവ്, മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം? ശ്വാസത്തിലൂടെ. ശ്വാസത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും. മനസ്സിലായോ? പ്രാണായാമം ചെയ്യൂ. പ്രാണായാമം ചെയ്ത് മനസ്സിന് നിയന്ത്രണം ലഭിക്കും. നോക്കൂ, മനസ്സിനെ നിങ്ങൾക്ക് നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയില്ല. അത് സാധ്യമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ മനസ്സ് സ്വാഭാവികമായി അതിൽ കേന്ദ്രീകരിക്കും, പൂർണ്ണമായും, അല്ലേ? ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു കറിയോ ഒരു സിനിമയോ ഇഷ്ടപ്പെട്ടാൽ ആ 2-3 മണിക്കൂർ നിങ്ങൾ അതിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കും. നിങ്ങളുടെ ഏകാഗ്രതയുള്ളത് ടെലിവിഷനിലോ സ്ക്രീനിലോ ആയിരിക്കും. കാരണം നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്നു. മനസ്സ് ഏകാഗ്രമാകുന്നത് ഇഷ്ടം അവിടെ ഉള്ളപ്പോഴാണ്. ഇനി ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നാലോ? അപ്പോൾ ശ്വാസത്തിന്റെ സഹായം തേടൂ. ശ്വാസം മനസ്സിനെ ഏകാഗ്രമാക്കാൻ സഹായിക്കുന്നു. നിങ്ങൾ എന്തിനെങ്കിലും ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഏകാഗ്രതയുടെ ആവശ്യമില്ല. ഏകാഗ്രത അവിടെയുണ്ട്. സ്നേഹത്തോടൊപ്പം ഏകാഗ്രതയും വരുന്നു. ശരിയല്ലേ? ഒന്നാമത്തേത്, അത്യാഗ്രഹം നിങ്ങളെ ഏകാഗ്രമാക്കാൻ സഹായിക്കുന്നു. നിങ്ങൾ അതിഷ്ടപ്പെടുന്നില്ലെങ്കിലും അത്യാഗ്രഹം അവിടെയുണ്ട്. ഭയം, സ്വാഭാവികമായും ഭയത്തോടൊപ്പം ഏകാഗ്രതയും ഉണ്ടാകുന്നു. പിന്നീട് അനാസക്തി. ഈ 3 കാര്യങ്ങളും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നാലാമത് ഞാൻ പറയാൻ പോകുന്നത് അനാസക്തിയെക്കുറിച്ചാണ്. അനാസക്തിക്കും ഏകാഗ്രത കൊണ്ടുവരാൻ കഴിയും. 5-ാമത്തേത് പ്രാണായാമമാണ്, ശ്വസനം. ശ്വസനത്തിന് മനസ്സ് ഏകാഗ്രമാക്കാൻ കഴിയും.